15,000 രൂപയ്ക്കകത്തുള്ള സ്മാർട്ട് ഫോൺസ് ഇപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഫോണുകൾ ഭയങ്കരമായിട്ട് വരും. അതായത് സാംസങ്ങിൻ്റെ F15 5Gയും അതുപോലെ തന്നെ മോട്ടോയുടെ G34 5Gയും. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ചെറിയൊരു സ്പെക് കമ്പാരിസൺ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല എനിക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതും കൂടി ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. നമ്മുടെ 2 ഫോണിൻ്റെ അകത്തും 2 തരത്തിലുള്ള പ്രോസസ്സറാണ് വരുന്നത്. നമ്മുടെ സാംസങ് F15ൻ്റെ അകത്ത് MediaTek 6100+ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സറാണ് വരുന്നത്. എന്നാൽ നമ്മുടെ മോട്ടോ G34ൻ്റെ അകത്ത് ഒരു സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സറാണ് വരുന്നത്. ആദ്യം നമുക്ക് ഡിസ്പ്ലേ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഒരു ഫോണിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ ഡിസ്പ്ലേ. നമുക്ക് സാംസങ് ഗാലക്സി F15 നോക്കുന്ന സമയത്ത് നമുക്ക് 6.5 ഇഞ്ചിൻ്റെ ഒരു 90 ഹെർട്സ് റിഫ്രഷ് റേറ്റുള്ള സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേയും, എന്നാൽ മോട്ടോ G34ൻ്റെ അകത്ത് 6.5 ഇഞ്ചിൻ്റെ 120 ഹെർട്സ് റിഫ്രഷ് ആയിട്ടുള്ള LCD ഡിസ്പ്ലേ ആണ്. ആക്ച്വലി നമ്മൾ ഈ ഫോൺ എടുത്ത് 2 കൈയിലും പിടിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും LCD ഡിസ്പ്ലേ എങ്ങനെയാണ്, സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ എങ്ങനെയാണെന്നുള്ളത്. സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ നോക്കുമ്പോൾ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്, നല്ല സാച്ചുറേറ്റഡ് ആണ്. ബട്ട് ഇത് കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള കളേഴ്സ്, ബട്ട് റിഫ്രഷ് റേറ്റിലാണ് ഏറ്റവും വലിയ വ്യത്യാസം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കാം ഓക്കെ 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് പോരാ, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വേണം, ബിക്കോസ് എനിക്ക് 120 FPS ഗെയിം കളിക്കണമെന്ന്. ബട്ട് ഈ ഒരു ഫോണിൻ്റെ അകത്ത് 120 FPS ഏതെങ്കിലും ഒരു ഗെയിമിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി വേണം. അത് മാത്രമല്ല ഇപ്പോഴും പല ഗെയിമുകൾ സ്ട്രഗിൾ ചെയ്യാണ് 120 FPS പല ഫോണിലും തരാനായിട്ട്. സാംസങ് F15ൻ്റെ അകത്ത് 800 nits വരെയാണ് പീക്ക് ബ്രൈറ്റ്നസ് പോകുന്നത്. ആൻഡ് ക്യാമറ ബഡ്ജറ്റ് ഫോണുകളൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡിബേറ്റ് വരുന്നത് നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് തർക്കിച്ച് നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അത് നോക്കപ്പോൾ നമ്മുടെ F15ൻ്റെ അകത്ത് 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി സെൻസറും 5 മെഗാ പിക്സലിൻ്റെ ഒരു സെക്കൻഡറി സെൻസറും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറും കൂടി കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ G34ൻ്റെ അകത്ത് ഡുവൽ ക്യാമറ മാത്രമേ ഉള്ളൂ. ഒരു 50 മെഗാ പിക്സൽ പ്ലസ് ഒരു 2 മെഗാ പിക്സൽ, അത്ര മാത്രമാണുള്ളത്. ക്ലിയർലി ഇവിടെ സാംസങ്ങിൻ്റെ വിൻ തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ സാംസങ്ങിന് ഒരു ട്രിപ്പിൾ ക്യാമറ ഉണ്ട്, ഒരു അൾട്രാ വൈഡ് ഉണ്ട്, ഒരു പ്രൈമറി സെൻസർ ഉണ്ട്, ഒരു ടെലിഫോട്ടോ ഉണ്ട്. അപ്പോൾ ഇത് 3 നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. 2 ഫോണും എടുത്തിട്ട് ഹാൻഡ് ബൈ ഹാൻഡ് കമ്പാരിസൺ ചെയ്യുവാണ്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ഫോണിൻ്റെ അകത്തുള്ള ക്യാമറ ആപ്പ് ഓപ്പൺ ആക്കി. പക്ഷേ G34ൻ്റെ ക്യാമറ ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ലൈക്ക് ആ ഒരു നമ്മൾ ഈ ബഡ്ജറ്റ്, അതായത് ഒരു 10,000 രൂപയ്ക്ക് താഴോട്ടുള്ള ഫോണുകളൊക്കെ മേടിക്കുന്ന സമയത്ത് ആ ഒരു ഷേക്ക് ഉണ്ട്, അതായത് ഒരു മോഷൻ ബ്ലർ എപ്പോഴും ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യില്ല, ഭയങ്കര മോഷൻ ബ്ലർ ഉണ്ടാവും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാലും ഇറ്റ് വോണ്ട് ഫീൽ സോളിഡ്, ലൈക്ക് ഭയങ്കര സോളിഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് കിട്ടില്ല. എന്നാൽ നമ്മുടെ സാംസങ് എടുത്തിട്ട് നമ്മളിതാ എങ്ങനെ വേണോ ആക്കുന്ന സമയത്ത് ഭയങ്കര നല്ല UI പെർഫോമൻസും അതുപോലെ തന്നെ ഫാസ്റ്റും ആയിട്ടുള്ളൊരു ക്യാമറ ആപ്പും ആൻഡ് ഒരു ഫോട്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഫീൽസ് വെരി സോളിഡ്. അത് എനിക്ക് പെട്ടെന്ന് നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്നതിൽ മാത്രമല്ലല്ലോ, ഫോട്ടോ എടുക്കാൻ പോകുന്ന സമയത്തുള്ള ഫീല് മാറ്റർ ചെയ്യൂലേ, ആ ഒരു ഫീലിൽ നല്ലൊരു ചേഞ്ച് വരുത്തി. സെൽഫിയുടെ കാര്യം നോക്കുന്ന സമയത്ത് G34ൻ്റെ അകത്ത് 16 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് സെൽഫി ക്യാമറയും നമ്മുടെ F15ൻ്റെ അകത്ത് 13 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത്. ഈ 2 ഫോണും വെച്ച് സെൽഫിയിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ G34ൻ്റെ അകത്ത് നല്ല ഷാർപ്പനായിട്ടുള്ള നല്ല ഇമേജ് തന്നെയാണ് വരുന്നത്, നല്ല കളേഴ്സൊക്കെ ഉള്ള ഇമേജ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ലൈറ്റ് അടിക്കുന്നുണ്ട് എൻ്റെ ഫേസിലോട്ട്, ആ ലൈറ്റ് ഭയങ്കര വലിയൊരു ഹൈലൈറ്റ് ആണ്. ആ ഹൈലൈറ്റ് പൊട്ടിയാണ് ഇരിക്കുന്നത്, അത് എൻ്റെ ഫേസ് പൊട്ടിയാണ് ഇരിക്കുന്നത്. എന്നാൽ സാംസങ് അത് കറക്റ്റായിട്ട് സോഫ്റ്റൻ ചെയ്ത് മാനേജ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് ഇത്രയും വലിയ ലൈറ്റ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അത് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റൻ ചെയ്യുന്നുണ്ട്. 2 ഇമേജും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ G34നകത്ത് കുറച്ച് നല്ല ഷാർപ്പൺ ആയിട്ടുള്ള ഇമേജും സാംസങ് F15ൻ്റെ അകത്ത് വരുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇമേജുമാണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ സാംസങ് F15ൻ്റെ അകത്ത് 6000 mAh ബാറ്ററി ഉണ്ട്. എന്നാൽ G34ൻ്റെ അകത്ത് നമുക്ക് 5000 mAh ബാറ്ററി മാത്രമേ ഉള്ളൂ. എന്നാൽ 2 ഫോണും നല്ല രീതിക്ക് തന്നെ ബാറ്ററി പെർഫോമൻസ് തരുന്നുണ്ട്, നല്ല ബാറ്ററി ബാക്കപ്പും തരുന്നുണ്ട്, നോ ഡൗട്ട്. ഒരു ബാറ്ററി മാത്രം ഇന്നത്തെ കാലത്ത് നോക്കിയാൽ പോരാ, ചാർജിങ് നോക്കണം. F15ൻ്റെ അകത്ത് 25 വാട്ട്സിൻ്റെ ചാർജിങ് ആണ് വരുന്നത്. എന്നാൽ G34ൻ്റെ അകത്ത് 18 വാട്ട്സിൻ്റെ ചാർജിങ് മാത്രമേ വരുന്നുള്ളൂ. സാംസങ് F15ഉം മോട്ടോ G34ഉം 2 വേരിയന്റിൽ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ F15 നോക്കിക്കഴിഞ്ഞാൽ 4 GB റാം 128 GB ഇന്റർണൽ സ്റ്റോറേജ് വേരിയന്റിലും 6 GB റാം 128 GB ഇന്റർണൽ സ്റ്റോറേജ് വേരിയന്റും ഉണ്ട്. അതേപോലെ G34 നോക്കപ്പോൾ 4 GB 128 GB ഇന്റർണൽ സ്റ്റോറേജ് വരുന്നുണ്ട്, 8 GB റാം 128 GB ഇന്റർണൽ സ്റ്റോറേജ് വരുന്നുണ്ട്. 2 ഫോണും ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 ആണ് തരുന്നത്. എന്നാൽ നമ്മുടെ സാംസങ് അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി പ്രോമിസിംഗ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സാംസങ് 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും തരും, അതുപോലെ തന്നെ 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ചും തരും ഈ ഒരു ഡിവൈസിൽ. F15 വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരുന്ന 4 വർഷത്തേക്ക് ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഉണ്ട്, 5 വർഷത്തേക്ക് സെക്യൂരിറ്റി പാച്ചും ഉണ്ട്. ഇപ്പോൾ 5G ഫോൺ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 2 ഫോണും 5G ആണ്. 2 ഫോണിൻ്റെ അകത്തും സെയിം ആയിട്ടുള്ള 13 5G ബാൻഡുകളാണ് വരുന്നത്.
അപ്പോൾ ഇത്രയാണ് സ്പെക്ക് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കമ്പാരിസൺ ആൻഡ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ രണ്ട് ഫോണും കയ്യിലെടുത്ത് പിടിക്കുന്ന സമയത്തുള്ള നമ്മുടെ ഹാൻഡ്സ് ഓൺ ഫീൽ ഞാൻ പറഞ്ഞുതരാം. രണ്ട് ഫോണും നമ്മൾ കയ്യിലെടുത്ത് പിടിക്കുന്ന സമയത്ത് F15 കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ബിക്കോസ് അവർ ഗ്ലാസ് എന്ന് തോന്നിക്കുമെങ്കിലും ഇത് ഗ്ലാസ് അല്ല, ഒരു ഫ്ലാഷി ആയിട്ടുള്ള ഒരു ബാക്ക് കവർ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഹാൻഡ്സ് ഓൺ ഫീൽ കൂടുതലാണ്. അറ്റ് ദ സെയിം ടൈം F15 കുറച്ച് വെയിറ്റും കൂടുതലാണ്. അതേസമയം G34 നോക്കുമ്പോൾ കുറച്ച് ലൈറ്റ് വെയ്റ്റഡ് ആണ്. ബാക്കിലായിട്ട് ഒരു ലെതർ ടൈപ്പ് മെറ്റീരിയൽ ആണ് ബാക്കിലത്തെ ടെക്സ്ചർ വന്നിട്ടുള്ളത്. ഈ രണ്ട് ഫോണും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ G34 കുറച്ച് തിന്നാണ്, എന്നാൽ നമ്മുടെ സാംസങ് കുറച്ച് തിക്കായിട്ടുള്ളൊരു ഫോണാണ്. ഫിസിക്കലി നോക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് സാംസങ് തന്നെയാണ്. ബിക്കോസ് നമ്മുടെ S22 S23യുടെയൊക്കെ ഒരു ചെറിയൊരു S23യുടെ ഒരു ഡിസൈൻ ആസ്പെക്റ്റ് ആണ് നമ്മുടെ സാംസങ്ങിനകത്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ലൈക്ക് ഈ ഒരു ടെക്സ്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് നോക്ക്, ഈ രണ്ട് ഫോണും കൂടി നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. ലുക്കിൻ്റെ കാര്യത്തിൽ സാംസങ് തന്നെയാണ് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. അല്ലേടേ തോന്നുന്നു? സാംസങ് തന്നെയാണ് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. എന്നാൽ G34 ഒട്ടും മോശമായിട്ടുള്ളൊരു ഫോണൊന്നുമല്ല. ഇറ്റ്സ് ഓൾസോ എ വെരി ഗുഡ് ഫോൺ. ബട്ട് എനിക്ക് ഓവറോൾ നോക്കുമ്പോൾ മൊത്തത്തിലൊരു പോയിൻറ്റ് അല്ലെങ്കിൽ ഒരു 10 പോയിൻറ്റ് കൂടുതൽ കൊടുക്കാൻ തോന്നുന്നത് സാംസങ്ങിനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിനകത്ത് എടുത്തിട്ടുള്ള സാമ്പിൾസും കാര്യങ്ങളും എല്ലാം ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സിങ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു സംഭവം കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നിരിക്കും. ബൈ.